ഹലോ, നമ്മളിന്നൊരു ബാസ്ക്കറ്റ് ഉണ്ടാക്കാൻ പോവാണ്. ഈ ഗ്ലാസ് വെച്ചിട്ട്. അതിനായിട്ട് ആദ്യം ഇതൊന്ന് കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഗ്യാപ്പ് വിട്ടിട്ട് നീളത്തിൽ കട്ട് ചെയ്ത് കൊടുത്താൽ മതി. പിന്നെ കട്ട് ചെയ്യുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കണം, നമ്മളങ്ങ് അറ്റം വരെയും കട്ട് ചെയ്യരുത്. ഇതാ ഇവിടെ വരെ കട്ട് ചെയ്യാവും. അങ്ങനെ നമ്മൾ ഫുള്ള് കട്ടിട്ടെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് ചണമാണ്. നമ്മൾ പലചരക്ക് സാധനമൊക്കെ വാങ്ങിക്കുമ്പോൾ കെട്ടി വരത്തില്ലേ, അത് ഞാൻ എടുത്ത് വെച്ചിരുന്നതാണ്. ആദ്യം നമ്മൾ ഗ്ലാസിൻ്റെ താഴെ പശ തേച്ചിട്ട് ചുറ്റിലും ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. ഇങ്ങനെ ഒട്ടിച്ച് അവസാനം നമ്മൾ കട്ട് ചെയ്ത ഭാഗം എത്തുന്നത് വരെ ഇങ്ങനെ വട്ടത്തിൽ ഒട്ടിച്ചു കൊടുക്കാം. അങ്ങനെ കട്ട് ചെയ്ത ഭാഗം എത്തുമ്പോൾ നമ്മൾ അതിൻ്റെ ഉള്ളിലൂടെ ചുറ്റിയെടുക്കണം. ഇങ്ങനെ ഓരോ പീസ് ഇടവിട്ട് വേണം ചുറ്റിയെടുക്കാൻ. അങ്ങനെ ടോപ്പ് പോർഷൻ എത്തുന്നത് വരെയും ചുറ്റി കൊടുക്കാം. ഇതിങ്ങനെ ഫുള്ള് ചുറ്റി എടുക്കുന്നത് കുറച്ച് സമയം എടുക്കുന്ന പരിപാടിയാണ്, എന്നാലും സാരമില്ല. പിന്നെ നമ്മൾ ചുറ്റി വരുമ്പോൾ ആ എടുത്ത പീസ് തീർന്നു കഴിയുമ്പോൾ ഞാൻ അവിടെ പശ തേച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് വീണ്ടും അടുത്ത പീസ് എടുത്ത് അതിനോട് ചേർത്ത് വെച്ചൊട്ടിച്ച് പിന്നെയും ചുറ്റി കൊടുക്കുകയാണ്. പിന്നെ ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ ഇങ്ങനെ വോയിസ് ഓവറൊക്കെ ചെയ്ത് വീഡിയോ ഇടുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമായോ ഇല്ലയോ എന്ന് പറയണം കേട്ടോ. ഞാൻ ആകെ മടിച്ചാണ് ഇത് പോസ്റ്റ് ചെയ്തത്. അപ്പോൾ നിങ്ങളുടെ പ്രോത്സാഹനം ഉണ്ടെങ്കിൽ മാത്രം ഇനിയും ചെയ്യും. ഇടയ്ക്ക് എൻ്റെ കയ്യിൽ സ്റ്റോക്ക് ഉണ്ടായിരുന്ന ചണം തീർന്നപ്പോൾ ഞാൻ അടുക്കളയിലൊക്കെ പോയി തപ്പി കുറച്ചെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. ഇത് ചുറ്റി ഇതാ എൻ്റെ കയ്യിലും ആ ഗ്ലൂവിൻ്റെ അറ്റത്തും ഒക്കെ ആ ചണത്തിൻ്റെ നാര് പറ്റി ഇരിക്കുന്നുണ്ട്. എന്നാലും സ്റ്റോക്കുള്ള ഫുൾ ചണം തീരുന്നത് വരെ ഞാനിങ്ങനെ ചുറ്റി കൊടുത്തിട്ടുണ്ട്. അങ്ങനെ അവസാനം ചണം തീർന്നു. ഇനി കുറച്ച് ഗ്ലാസ് എക്സ്ട്രാ കിടക്കുന്നത് ഞാൻ കട്ട് ചെയ്ത് കളയുവാണ്. അങ്ങനെ നമുക്കിതാ ഇങ്ങനെ കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിനൊരു പിടി വെച്ച് കൊടുക്കണമല്ലോ. അതിൽ ചണം ബാക്കിയില്ല. സോ എൻ്റെ കയ്യിലുണ്ടായിരുന്നൊരു പേപ്പർ ബാഗിൻ്റെ പിടി എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട് ഞാൻ. അങ്ങനെ അതിൻ്റെ അറ്റം രണ്ട് സൈഡിലായിട്ട് ഇങ്ങനെ ഒട്ടിച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഫൈനൽ റിസൾട്ട്. കുറച്ചുകൂടി ചണം ഉണ്ടായിരുന്നെങ്കിൽ നല്ല ഭംഗിയുള്ളൊരു പിടി വെച്ച് കൊടുക്കാൻ. പക്ഷേ ഇതും കുഴപ്പമില്ല. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്കും ഷെയറും കമൻറ്റും ഒക്കെ ചെയ്യാം. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുന്നു പ്രതീക്ഷിക്കുന്നു.